ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോട്ട്രി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ മെഹർനാസ് വേൾഡിലെ മെഹർ, ഞാൻ നാസ്. ഓക്കെ. അപ്പോൾ ഉമ്മി, എന്താണ് ഈ പോട്ട്രി പെയിൻറ്റിംഗ്? പോട്ട്രി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു മൺപാത്രങ്ങളിൽ ചെയ്യുന്ന പെയിൻറ്റിനെയാണ് ഈ പോട്ട്രി പെയിൻറ് എന്ന് പറയുന്നത്. പ്രവൃത്തിപരിചയ മേളയ്ക്ക് നമുക്ക് ആവശ്യമായ ഒരു പോട്ട്രി പെയിൻറ്റിൻ്റെ നിയമം നമ്മുടെ മാനുവലിലുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ പോട്ട് എടുക്കും. പോട്ടിൽ യാതൊരുവിധ മാർക്കുകളും നമ്മൾ പാടില്ല. ഇത് മിനുസപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. പെയിൻറ്റിങ്ങോ മാർക്കിങ്ങോ അടയാളങ്ങളോ വരകളോ ഒന്നും പാടില്ല. നമ്മളല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനെ ഒരു പോട്ട് വാങ്ങിച്ചിട്ട് നമ്മളിതിന് ആദ്യം ഇതിൻ്റെ പ്രതലം ഒരു റഫായിരിക്കും, കുറച്ചൊരു റഫായിട്ടുള്ളതായിരിക്കും നമ്മൾ വാങ്ങുന്ന മൺപാത്രങ്ങൾ. അതിന് ആദ്യം തന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കണ്ണടിച്ച് തൊട്ട് നോക്കിയാൽ വരെ നല്ല സ്മൂത്തായിരിക്കണം. അത്രയ്ക്ക് ക്ലിയറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഉരച്ച് വൃത്തിയാക്കുക. അപ്പോൾ അതിൽ ഈ ഉരച്ച് വൃത്തിയാക്കുമ്പോൾ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാം. മാനുവൽ പറയുന്നത് നമ്മൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന വിവിധതരം മൺപാത്രങ്ങളിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചിത്രണം ചെയ്ത് ഉൽപ്പന്നം നിർമ്മിക്കേണ്ടതാണ്. നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും, അതായത് മൺപാത്രം, പെയിന്റ്, ബ്രഷ്, പെൻസിൽ, സ്കെയില്, ഇതൊക്കെ നമുക്ക് പോകാൻ പറ്റും. കൃത്രിമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അച്ചുകളോ അല്ലെങ്കിൽ ഡിസൈൻസുകളോ ഒന്നും നമ്മൾ അവിടെ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്ന ഡിസൈനാണ് ആവശ്യം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഈ പോട്ട് മിനുസപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. അത് എന്നിട്ട് മിനുസപ്പെടുത്തി അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് കോട്ടായിട്ടുള്ള വൈറ്റ് കോട്ട് അടിക്കേണ്ടത്. നമ്മൾ അവിടെ നിന്നാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിക്ക് നമ്മൾ 6 ഇഞ്ച് ഒക്കെ ഒരു വലിപ്പമുള്ള പോട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ എളുപ്പം. ഇത്രയൊക്കെ വലിപ്പമുള്ള ഇതാണ് 6 ഇഞ്ച് പോട്ട്. ഈ ഒരു വലിപ്പത്തിലൊക്കെയുള്ള പോട്ട് നമ്മൾ കൊണ്ടുപോയാൽ മതി. ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് എടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ആണെങ്കിലും ഫുൾ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. എണ്ണത്തിലല്ല കാര്യം, ഫിനിഷിങ്ങിലും വർക്കിലും ആയിരിക്കും, ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിലായിരിക്കും. പിന്നെ വിവിധതരം കളറുകൾ, ഡിസൈൻസ് മാക്സിമം ആഡ് ചെയ്യുന്നത്, ഇതിലൊക്കെയാണ് മാർക്ക് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണം കൂടുതലെടുത്ത് ഒരു 3-4 പോട്ട് എടുത്ത കുട്ടിയും ഒരുപാട് പോട്ടുകൾ 3 പോട്ടൊക്കെ ചെയ്ത് ഒരു ഭംഗിയില്ലാതെ ഫിനിഷിംഗ് ഇല്ലാതെ ചെയ്യുന്ന കുട്ടിയേക്കാൾ മാർക്ക് കിട്ടുക ഒരു പോട്ടിൽ നല്ല ഡിസൈൻസ്, നല്ല കളർ കോമ്പിനേഷൻ, നല്ല ഫിനിഷിങ്, ഇതൊക്കെ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്താൽ ആ വർക്കിനായിരിക്കും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം. നോർമലി നല്ല ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നല്ലോണം ചെയ്യുന്ന ഒരു കുട്ടിക്ക് കൂടിപ്പോയാൽ 2 പോട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. 1 നന്നായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, 1 സിമ്പിൾ വർക്കും ചെയ്താൽ അങ്ങനെ 2 വർക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ ഒരു കോട്ടിൽ നമ്മൾ വൈറ്റ് കോട്ട് അടിച്ച് വെക്കുന്ന ഉണങ്ങുന്ന സമയം കൊണ്ട് മറ്റേ കോട്ടിലേക്ക് വൈറ്റ് കോട്ട് അടിച്ച് വെക്കുക. അങ്ങനെ ചെയ്ത് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 പോട്ട് വരെ ചെയ്യാൻ പറ്റും. അതിൽ 1 എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്യുക. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുന്ന അതേ ഡിസൈൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് തന്നെ പഠിക്കുക. ഒരു ഡിസൈനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഡിസൈൻ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അവിടുന്ന് പ്രത്യേകിച്ച് പുതിയതായ ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് ചെയ്യാൻ നിൽക്കരുത്. അതൊരിക്കലും നമുക്ക് പ്രാക്ടിക്കലായി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, എന്തെങ്കിലും അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പമുള്ള പോട്ടുകൾ വാങ്ങാൻ സാധിക്കും. ഇതൊരു 6 ഇഞ്ച് ഹൈറ്റാണ് ഈ പോട്ടിനുള്ളത്. പിന്നെ ഇതിനാവശ്യമായ വരയ്ക്കേണ്ട സ്കെയിലൊക്കെ പറഞ്ഞാൽ പേപ്പർ സ്കെയിലാണ്. ഇത് റൗണ്ടിങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നേരെയുള്ള പ്രതലമല്ല, കുത്തനെയുള്ള പ്രതലമാണ്, ഉരുണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതിനാവശ്യമായ സ്കെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പേപ്പറിൽ കട്ട് ചെയ്യാൻ പറ്റും. സ്കെയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ഇതിലിപ്പോൾ ഒരു റൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡൊക്കെ യൂസ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് അവിടെ മാർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാനും പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന് മിനുസപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പോട്ടിനെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട്, അപ്പം ഞാൻ 80-ൻ്റെ അത്യാവശ്യം നല്ല റഫായിട്ടുള്ളതാണെങ്കിൽ 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിക്കും. ഇത് 80-ൻ്റെ ആണ്. ഇതിന് മുകളിലുണ്ടാവും 80 എത്രയാണെന്നുള്ളത് ഈ സാൻഡ് പേപ്പർ തന്നെ ഉണ്ടാവും. അപ്പം ഇതിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട്, ഇപ്പം എൻ്റെ അത്ര വലിയ ഓവർ റഫായിട്ടുള്ള ഒരു പ്രതലമല്ല, അപ്പം ഞാൻ 100-ൻ്റെതും ഉണ്ട്. 100-ൻ്റെ സാൻഡ് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്ത്
ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരു മാർക്കിങ്ങോ പെയിൻറ്റോ ഒന്നും പാടില്ല. പ്ലെയിൻ ആയിട്ട് സ്മൂത്ത് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പോട്ടിനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഓവർ ഡ്രൈ ആയിരിക്കും. അപ്പോൾ പെയിൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവും. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഇത് പ്രോഗ്രാം തുടങ്ങുന്നതിന് ഓൺ ദി സ്പോട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേയൊക്കെ ഒന്ന് പോട്ട് ജസ്റ്റ് നനയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫിനിഷിങ്ങിൽ പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെന്ത് ചെയ്യാം, സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഉരച്ച് സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഈ പോട്ട് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട പോട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഈ ഒരു വലുപ്പമേ ഉള്ളൂ. ഈ ഒരു ഹൈറ്റിനൊക്കെ ഉള്ളത് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഹൈറ്റിനുള്ള ഞാൻ എടുക്കാൻ കാരണം എനിക്ക് പോട്ട് വാങ്ങാൻ പോയെടുക്കുന്ന പിടി പൊട്ടി ഒരു പോട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം അറിയുന്ന പോലുമില്ല. ഞാൻ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ട് തന്നെ ഉരച്ചാൽ മതി. ഈ പിടി പൊട്ടിയ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ പ്രോസസ്സാണ് അപ്പോൾ ചെയ്യാം. നമ്മളൊരു മത്സരത്തിന് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കിയിട്ട് നല്ല സ്മൂത്തായിട്ട് കഴുകിയ പോട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോവാതെ നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ മത്സരത്തിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്കിത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മത്സരത്തിന് കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വരയ്ക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കളറിനെ കുറിച്ചും കളർ കോമ്പിനേഷനെ കുറിച്ചും ധാരണയുള്ള വരയ്ക്കുന്ന കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു പോർട്രേയിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ള ജസ്റ്റ് ഇതേപോലത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി ആ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും ആ കുട്ടിക്ക് നമ്മളിപ്പം ഒരു ഡിസൈന് നമ്മൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പാടില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരയ്ക്കാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഐഡിയ ഉണ്ടാവും എങ്ങനെ ഇതിൽ എന്ത് ഡിസൈൻ ചെയ്യാന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. പിന്നെ ആ ധാരണ അവർ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മൾക്കിപ്പോൾ പോട്ടിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളത് കൊണ്ട് ഈ പോട്ട് ഡിസൈന് ലാസ്റ്റിലേക്ക് ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് ബോട്ടിൽ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ബോട്ടിലുകൾ എടുത്തിട്ട് അതിൽ പൊട്ടുന്ന ടൈപ്പ് ബോട്ടിൽ നമ്മൾ ഇതേപോലെ വൈറ്റ് കോട്ട് അടിച്ചിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻസ് വരയ്ക്കാൻ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഡിസൈൻസ് നമ്മൾ എന്തായാലും അവിടുന്ന് തന്നെ വരയ്ക്കൽ നിർബന്ധമാണ്. നമ്മളൊരു ഡിസൈൻ ഷേപ്പ് കട്ട് ചെയ്ത് പോലും പോകാൻ പാടില്ല. പക്ഷേ പേപ്പർ കൊണ്ട് നമുക്ക് സ്കെയിൽസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഡിസൈൻ അവിടെ നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന ഡിസൈൻ വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മൈനസായി മാറും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ അറിയുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഒരിക്കൽ പ്രോസസ്സ് സാൻഡ് പേപ്പർ വെച്ചിട്ട് വന്നിട്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്ത് ഒഴിവാക്കി കളയണം. ഫസ്റ്റ് കോട്ട് വരുന്നത് നമുക്ക് വൈറ്റ് കളറാണ്. വൈറ്റ് കളറിൽ ഈ പൊടി ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വൈറ്റ് കളറിനെ ഷെയ്ഡ് കളറ് ഇതിൻ്റെ കളറൂടെ മിക്സ് ആകും. അപ്പം ആദ്യം തന്നെ വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ കളറ് പുറത്ത് ഇത് ഫുള്ളായിട്ട് കളർ പോയി നന്നായിട്ട് തൊട്ട് കഴിഞ്ഞാൽ പൊടി വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കുക. മത്സരത്തിന് പോകുമ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് ഇങ്ങനെ ഫുള്ള് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് വാഷ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓവർ ഡ്രൈ ആയിരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ 10 മിനിറ്റ് ജസ്റ്റ് ഒരു വെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് നോക്കാം. അപ്പോൾ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കിതിനെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി ഉടനെ തന്നെ ഇത് ഡ്രൈ ആവും. അതിന് ടൈമൊന്നും വേണ്ട, കാരണം മണ്ണിൻ്റെ പാത്രമാണ്. ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ കയ്യിൽ ഇങ്ങനെ തൊട്ടാൽ ഇതിന് മണ്ണിൻ്റെ കളർ ഇല്ലേ എന്ന് നോക്കണം, കാരണം വൈറ്റാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ അക്രിലിക് കളറിൽ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് കളർ ഫുൾ ബേസായിട്ട് ഫസ്റ്റ് കോട്ട് അടിക്കുക.
അത് കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്രഷ് ഫ്ലാറ്റ് ബ്രഷ് എടുക്കുന്നതാണ്. നമ്പർ 7 തൊട്ടിട്ട് മുകളിലേക്ക് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് 7 ആണ്, നമ്പർ 7 ആണ്. ഇത് സിന്തറ്റിക് ഹെയർ ആണ്, വുഡൻ്റെ ഇതാണ് ഇത് വരുന്നത്. ഈ ബ്രഷ് ഇതിൻ്റെ മുകളിലേക്കുള്ളത് എടുക്കാം. അതുപോലെ വരയ്ക്കുമ്പോൾ നമ്മൾ പോയിൻ്റ് ആയിട്ടുള്ള താഴോട്ടുള്ള നമ്പർ താഴോട്ട് ആയിട്ടുള്ള നമ്പർ 3യോ ബ്രഷുകൾ അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ചെയ്യുന്ന പറയാം. അക്രിലിക് കളറ് നമുക്ക് ആവശ്യത്തിന്, ഇതിലിപ്പോൾ ഓവർ വെള്ളം കൂട്ടാതെ തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോട്ട് അടിക്കാം. പിന്നെ നമ്മളിപ്പം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ എങ്ങനെ ആണ്, ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടും. നമ്മളിങ്ങനെ കുറച്ച് കൊടുത്ത് ഇങ്ങനെ കുറച്ച് കൊടുത്ത് അങ്ങനെ കൊടുക്കരുത്. മാക്സിമം എപ്പോഴും നമ്മൾ ഒരേ ലെവലിൽ ബ്രഷ് മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വൈറ്റ് കോട്ട് ചെയ്യാം. ബ്രഷ് നമ്മൾ പെയിൻറ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് നനയ്ക്കണം. ബ്രഷ് ഡ്രൈ ആയി നിൽക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത്. നനച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഓവർ വെള്ളമൊന്നും വേണ്ട, നനയ്ക്കുക. ആ നനവോട് കൂടിയിട്ട് നമ്മൾ പെയിൻറ്റിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് എപ്പോഴും നല്ലതാണ് പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ മത്സര സ്ഥലത്തു നിന്നാണ് കേട്ടോ ഇത്. ഈ പെയിൻറ്റിങ് ഫസ്റ്റ് കോട്ടാണെങ്കിലും നമ്മൾ അവിടുന്നേ ചെയ്യാവൂ. അതെപ്പോഴും ഓർമ്മ വേണം. ഒരിക്കലും ഇനി കോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു മൈനസ് ആവരുത്. അപ്പോൾ കുട്ടികൾക്ക് അത് അവിടുന്ന് ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിനൊക്കെ ഇടയാക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്ത് നല്ല കോട്ടിനെ മിനുസപ്പെടുത്തിയിട്ട് മാത്രം കൊണ്ടുപോകുക. യാതൊരുവിധ മാർക്കിങ്ങുകളോ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സാണ്. പിന്നെ നമ്മളിത് കുട്ടികളുടെ മത്സരമാണ്. ടീച്ചേഴ്സ് അതിൽ ഇടപെടുകയേ വേണ്ട. നമ്മൾ ഐഡിയകൾ പറഞ്ഞു കൊടുക്കാം, എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് എളുപ്പവഴി എങ്ങനെ, നമുക്കിതിനൊരു മാർക്കിങ്ങിന് എളുപ്പവഴി എന്താ, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നല്ലാതെ കള്ളത്തരങ്ങൾ നമ്മൾ പഠിപ്പിക്കരുത് മക്കളെ. അത് കലയിലാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും കുട്ടികൾ അതാണ് മാതൃകയാക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും അവർ മത്സരിച്ച് ജയിക്കട്ടെ, കഴിവുള്ളവർ വിജയിക്കട്ടെ എന്നുള്ള മട്ടിലെ നമ്മൾ ഏത് ഒരു മത്സര ഇനത്തിനും കുട്ടികളെ തയ്യാറാക്കാവൂ. ഞാൻ ചെയ്യുന്ന ഒരു പോളിസിയാണ്. ഒരിക്കലും നമ്മൾ ആ ഒരു ചെറിയ കാര്യമാണെങ്കിലും അവർ ചെയ്തോട്ടെ, അതല്ലേ, അതിനെ നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചിന്തിക്കരുത്. കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ അതൊക്കെ പതിഞ്ഞ് കുട്ടികൾ കള്ളത്തരങ്ങൾ ചെയ്യാനുള്ള മുന്നോട്ടും നമ്മളതിന് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, കഴിവുള്ളവർ വിജയിക്കുക എന്നുള്ളതാണ് ഇതിലൊക്കെ വേണ്ടത്. അപ്പം ഒരു പ്രവൃത്തിപരിചയ മേളയല്ലേ, ഇതിലൊക്കെ ഇപ്പോൾ എന്ത് സത്യസന്ധത ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ശ്രദ്ധ പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നമ്മൾ വരും. അതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. മത്സരിച്ച് സത്യസന്ധമായി മത്സരിച്ച് തോറ്റു കഴിഞ്ഞാലും വിഷയമൊന്നുമില്ല. നമ്മൾ കള്ളത്തരത്തിലൂടെ നേടുന്നത് ഒരിക്കലും നമുക്ക് അപ്പം കിട്ടുന്ന എന്തായാലും ചിലപ്പോൾ ഒരു അംഗീകാരങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്നില്ല, അതിന് എന്തെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മുടെ ഭാവി തലമുറയിൽ വരുന്ന കുട്ടികളെയാണ് നമ്മൾ നാശാക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ ടീച്ചേഴ്സാണ് നമ്മളെപ്പോഴും ഒരു എത്തിക്സ് സൂക്ഷിക്കേണ്ടവരാണ്. ഒരിക്കലും നമുക്ക് മക്കളോട് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കള്ളത്തരം ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുക. പിന്നെ തോൽവിയും വിജയവും ഒക്കെ ഒരു മത്സരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരങ്ങൾ. അല്ലാതെ എല്ലാവരും ജയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അല്ലല്ലോ. ജയവും തോൽവിയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരങ്ങൾ. അപ്പം നമുക്ക് അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക മാക്സിമം. അപ്പോഴേ കുട്ടികളിൽ ഒരു വീറും വാശിയും, എനിക്ക് ജയിക്കണമെങ്കിൽ ഞാനിങ്ങനെ പഠിച്ചേ പറ്റൂ, അല്ലെ എളുപ്പവഴി പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾ നല്ല രീതിക്ക് തയ്യാറാക്കുക, നല്ലോണം പഠിപ്പിച്ചു കൊടുക്കുക, ആർക്കും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവിനെ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കുക. പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ താഴുന്നില്ല. നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്തോറും നമ്മൾ ഉയരുകയേ ഉള്ളൂ എന്നുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവുണ്ടാവുക. അത് അധ്യാപകർക്ക് ഏറ്റവും വേണ്ടതാണ്. ഞാനൊരു അധ്യാപികയെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ സെൽഫിഷ് ആവാതിരിക്കുക. എൻ്റെ കുട്ടി, എൻ്റെ സ്കൂള്, അങ്ങനെ ആവരുത്. നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ മത്സരിക്കുന്ന മറ്റു കുട്ടികളും ഇതേപോലെ കഷ്ടപ്പെട്ട് വരുന്നവരാണെന്നുള്ള ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മത്സരം, ആ മത്സരത്തിൽ കുട്ടികൾ നമ്മുടെ കുട്ടികളോടൊപ്പം മറ്റുള്ള കുട്ടികൾ മത്സരിച്ച് വിജയിക്കുമ്പോൾ അതിനൊരു വലിയൊരു ഇതുണ്ട്. നമ്മുടെ മക്കൾ അങ്ങനെ ജയിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ.
ഒരിക്കലും ഞാനൊരു കുട്ടികളോട് അങ്ങനെ ചെയ്ത് നിങ്ങൾ എളുപ്പ വഴി കൂടെ നേടണമെന്നോ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കറിയാം, ഞാൻ സെലക്ട് ചെയ്യുന്ന മക്കളോട് ആദ്യം പറയൽ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടേതായ രീതിയിൽ സത്യസന്ധമായിട്ട് നമ്മൾ നേടാൻ നോക്കണം എന്നുള്ളതേ പറയാറുള്ളൂ. നിങ്ങളും അതേപോലെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ റിക്വസ്റ്റാണിത്. മക്കളെല്ലാവരും ഒരുപോലെയാണ്. ഒരു ചെറിയ ഒരു കുട്ടിയെ പോലും നമ്മൾ ഹേർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്യാതിരിക്കുക. മത്സരം എന്നൊക്കെ പറയുന്നത് ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ അവരെ ജീവിതത്തിലുടനീളം വേണ്ട സത്യസന്ധത എന്ന ഒരു വലിയ നമുക്ക് ആവശ്യമായ ഒരു കാര്യത്തെ ഇല്ലാതാക്കാൻ നോക്കരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പിന്നെ നമ്മുടെ കഴിവുകളെ കാണിക്കാനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണിത്. കുട്ടികളുടെ കഴിവുകൾ. അപ്പോൾ നമ്മൾ മാക്സിമം അത് സത്യസന്ധത പുലർത്തുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന ഇതിൽ ഫസ്റ്റ് കോട്ട് നമ്മൾ ഈ വൈറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കുക. നമ്മൾ ഏറ്റവും നല്ലൊരു പെർഫെക്ഷൻ വേണമെങ്കിൽ ഈ ഒരു വൈറ്റ് എല്ലാ ഭാഗത്തും ഉണ്ടാവണം. ലാസ്റ്റ് നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ചില കോട്ടുകൾക്കൊക്കെ കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും, ഇവിടെയൊക്കെ ഒരു ഇതുണ്ടാവും. ആ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ അവസാനം പിക്ചറിൽ അതൊരു ഭംഗിയായിട്ട് വരാതിരിക്കണമെങ്കിൽ ആദ്യം അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ആദ്യം നോക്കിയില്ല, ലാസ്റ്റ് എത്തുമ്പോഴാണ് കാണുന്നതെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ കുട്ടികൾ നെർവസ് ആവും. അപ്പോൾ അതിനൊന്നും ഒരു ഇട വരുത്താതിരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് ഇതിനൊക്കെ ഉള്ളൊരു പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കുട്ടികൾക്ക് ആദ്യം ഒരു ബോധം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ ബ്രൈറ്റാണ്, നല്ല അടിപൊളി കുട്ടികളാണ്. നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയുള്ള മക്കളെ സെലക്ട് ചെയ്യുക. ഇതിനോട് ടേസ്റ്റ് ഉള്ള, ഇഷ്ടമുള്ള, ചെയ്യാൻ താല്പര്യമുള്ള മക്കളെ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ ഐഡിയയും ഓരോരുത്തർക്കും ഓരോ മേഖലയും ഉണ്ടാവും. ചില കുട്ടികൾക്കൊന്നും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഇതിനോട് താല്പര്യമില്ലാത്ത ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐറ്റത്തിൽ എന്നെ പങ്കെടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുട്ടികളുണ്ട്. ചില മക്കൾ പറയും ഇല്ല ഞങ്ങൾക്ക് IT അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലേക്ക് താല്പര്യമുള്ളൂ ടീച്ചറെ, ഇതൊന്നും നമുക്ക് പറ്റൂല അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അവരെ ആ ഒരു മേഖലയിൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അതിൽ വിജയിക്കട്ടെ. നമുക്ക് പറ്റിയ മക്കളെ നമുക്ക് കിട്ടും. അപ്പോൾ അവരെ തിരഞ്ഞെടുത്ത് ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞ് അവരെ നല്ല രീതിക്ക് മത്സരത്തിന് തയ്യാറാക്കുക. അപ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മളിതാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ കോട്ടിൻ്റെ കളർ ചെറുതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മങ്ങിയ വൈറ്റാണ്. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം രണ്ടാമതൊരു കോട്ട് കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ ഒരു സെക്കൻഡ് കോട്ട് കൂടെ അടിച്ചിട്ട് നിർത്തും. എന്നിട്ട് ഇത് പോട്ട് ശരിക്കും ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൽ ആവശ്യമായ ഡിസൈൻസ് വരച്ച് കളറിംഗ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ വരിക. അപ്പോൾ നിങ്ങൾ മത്സരത്തിന് പോകുന്നവർക്കായാലും കൊണ്ടുപോകുന്നവർക്കായാലും നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോ ഇതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. എൻ്റെ മോള് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇതിൽ മുന്നേ ഉണ്ട്. അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ പ്രവൃത്തി പരിചയ മേളയ്ക്ക് ആവശ്യമായ എനിക്കറിയുന്നതുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ് ഈ ചാനലിലൂടെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാനുവൽ അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മാനുവലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഈ ചാനൽ വഴി ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പം നെക്സ്റ്റ് ഞങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഡ്രൈ ആയി, മണ്ണിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ തൊട്ടടുത്തപ്പോൾ തന്നെ ഉണ്ടോ ഡ്രൈ ആയി. അപ്പോൾ എളുപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് കോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ബാക്കി ഡിസൈൻസോട് കൂടിയിട്ടുള്ള അടിപൊളി പോർട്രേറ്റ് പെയിൻറ്റിങ് ഞങ്ങൾ കാണിക്കുന്നതാണ്. ഇത് കണ്ടതിന് ശേഷം ഞങ്ങളുടെ മറ്റ് അടുത്ത വരുന്ന വീഡിയോസും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോട്ടുകൂടെ ചെയ്യാം. നമ്മൾ സെക്കൻഡ് കോട്ടാണ്. സെക്കൻഡ് കോട്ടിൽ നമ്മൾ അധികം വെള്ളം, ഈ വൈറ്റിൽ വെള്ളം അധികം മിക്സ് ചെയ്യാത്തായിരിക്കും നല്ലത് കേട്ടോ. അപ്പോഴും എന്നാലും ജസ്റ്റ് ഒരു സ്മൂത്തനിങ്ങിന് വേണമെങ്കിൽ മാത്രം ഒരു വെള്ളം കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ പെയിൻറ്റ് കുറച്ച് തിക്കിലെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളെ
പോട്ടിൻ്റെ കളറ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ലൈൻസൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ മുകളിലൂടെ കൊടുത്തിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ആ ലൈൻസൊക്കെ ഒന്ന് മറയ്ക്കുക. അതൊക്കെ നമ്മളെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ ഫസ്റ്റ് തന്നെ ഫിനിഷിംഗ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. ഫസ്റ്റ് ഡിസൈൻസ് വരയ്ക്കുമ്പോൾ തെറ്റും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസിലൂടെ. പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിപ്പം വർക്ക് എക്സ്പീരിയൻസ് മേളയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഈ നിത്യാഭ്യാസി ആനയെ എടുക്കുന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അതെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അതിങ്ങനെ ശീലിച്ച് അയാൾക്ക് ആനയുടെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അറിയില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത്. അതുപോലെ നമ്മുടെ കയ്യിൽ ഈ ബ്രഷും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വഴങ്ങണമെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ചെയ്യാത്തൊരു സംഭവം പെട്ടെന്ന് ഫസ്റ്റ് എടുത്ത് തന്നെ ഈ പോട്ടിൽ പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മളൊരു നേരെയുള്ള പ്രതലത്തിലല്ല, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു റൈറ്റിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള വരകളാണ് നമുക്ക് ശീലം. ഇങ്ങനെ ഒരു കുത്തനെയുള്ള ഒരു പ്രതലത്തിൽ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു പ്രാക്ടീസ് ഉള്ള ആൾക്ക് മാത്രമേ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ഇപ്പം മേളയ്ക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴേ സെലക്ട് ചെയ്യുക, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഏതായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. കുട്ടികൾ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല അടിച്ചു പൊളിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് സത്യസന്ധമായിട്ട് മത്സരിക്കട്ടെ. ഇതിൽ വിജയിക്കുന്നവർക്ക് അതാണ് ഏറ്റവും നല്ല വിജയം. അല്ലാതെ കുറച്ച് നേരത്തുള്ള ലാഭത്തിന് വേണ്ടി സത്യം അല്ലാത്ത കള്ളത്തരങ്ങളിലൂടെ പഠിപ്പിച്ച് വിടാതെ മാക്സിമം അതൊക്കെ ആ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളായിരിക്കും. അവർ നമ്മളെ എന്നും ഓർക്കും. എനിക്ക് ഇങ്ങനൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ സത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത്, അതെൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് വിജയത്തിലേക്കുള്ളൊരു വഴിയായിരുന്നു എന്നൊക്കെ കുട്ടികൾ നമ്മളെക്കുറിച്ച് പറയും. അങ്ങനെ ഒരു ദിവസം നമുക്കൊരു വിജയം ഉണ്ടാവും. ഇപ്പം വിജയിച്ചില്ലെങ്കിലും നമുക്കത് ഭാവിയിൽ നമുക്കൊരു നല്ല കാര്യം അതുകൊണ്ട് ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം സത്യസന്ധമായിട്ട് ചെയ്യുക. അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. കാരണം ഒരുപാട് ഞാൻ കാണുന്നുണ്ട്, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വഴിയിലൂടെ കുട്ടികൾ മത്സരിച്ച് അങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ. അതൊന്നും പാടില്ല ശരിക്കും. അതൊക്കെ കുട്ടികളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും എഫക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലവരായിട്ട് വളർത്തുക. നമ്മുടെ മക്കൾ തന്നെയാണ് അവരും. നമ്മുടെ ഒരു അധ്യാപകരായിട്ട് കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ നമ്മുടെ മക്കളായിട്ട് കാണണം. അപ്പോഴേ നമുക്ക് സത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഏതൊരു മത്സരത്തിനാണെങ്കിലും ഉള്ള കാര്യമായിട്ടോ പറയാം. മെഹർനാസ് വേൾഡിൽ ഒരു രഹസ്യം പറയാം. ഞാൻ ഫേസ് കാണിക്കാതെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എൻ്റെ മൂക്ക് ഭയങ്കര പരാതിയാണ്, എനിക്ക് ഭയങ്കര കോംപ്ലക്സാണ്, മുഖം കാണിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ഞാനിതാ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അവളോട് പറയണ്ട. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്കിതിൽ എന്തെങ്കിലും ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടൂടെ, ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനാണ് മടിച്ച് കളിക്കല്. എല്ലാത്തിനും ഓരോരോ സമയമുണ്ടല്ലോ, ദാസ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഒരു സമയമുണ്ടല്ലോ. നമുക്ക് തോന്നണമെങ്കിലും ഒക്കെ എന്തുണ്ട്, ഒരു സമയം വേണം. ഇതിൽ പോട്രി ഇങ്ങനെ എന്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടാൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവുമെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാനിതിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ പോട്രി പെയിൻറ്റ് ആണ്, അത് നമുക്ക് നടക്കൂല എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് കാര്യവും അത് ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് എന്താണ് അത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തോന്നും, ഓ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂല്ലേ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യത്തിൽ നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്താൽ എനിക്ക് പറ്റൂല മിസ്സേ എന്ന് പറയുന്ന മക്കളുണ്ടാവും. അപ്പോൾ അവരോട് ആദ്യം പറയാം, നടക്കും, നമ്മൾ ശ്രമിച്ച് നോക്കുക. അങ്ങനെ പറയുമ്പോൾ തന്നെ കുട്ടികളിൽ ഒരു പോസിറ്റീവ് ഒരു എനർജി കയറും. അങ്ങനെയാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണ്ടേ. നമ്മുടെ സെക്കൻഡ് കോട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഡിസൈൻസ് വരയ്ക്കണം. ഡിസൈൻസ് വരയ്ക്കാൻ നമ്മൾ
നമ്മൾ ഓൾറെഡി ഡിസൈൻ ആക്കി കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ച് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് തന്നെ വരയ്ക്കണം. അപ്പോൾ മെഷർമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് സ്കെയിൽസ്, പേപ്പർ കൊണ്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ റബ്ബർ ബാൻഡ്സ് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ നമ്മുടെ നൂല് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പേപ്പർ സ്കെയിൽ വെച്ചിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് പേപ്പർ ഇതിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് വെച്ച് അതിനെ എന്ത് ചെയ്യാം, മടക്കി നമുക്ക് എത്ര ഭാഗങ്ങളാക്കാൻ പറ്റുമോ അത്രയും ഭാഗങ്ങളാക്കിയിട്ട് മടക്കി ആ മടക്കുകൾ മാർക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിക്ചർ വരച്ച് ആ വരച്ചതിൽ നമുക്ക് ആവശ്യമായ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ് പെയിൻറ്റിങ്ങും ഡിസൈനിങ്ങും. അത് ഇതെല്ലാവരും കാണുക. അതിനുശേഷം ആ വീഡിയോയും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.